അമേരിക്കയുടെ പോയ വാരം വിലയിരുത്തുന്ന അമേരിക്കൻ ന്യൂസ് വീക്ക് എന്ന ആഴ്ചവട്ട പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഗായത്രി. അമേരിക്കൻ മലയാളികളുടെ മാതൃസംഘടനയായ TMC ഫോമയുടെ ഏറ്റവും വലിയ റീജിയനായ വെസ്റ്റേൺ റീജിയന്റെ അടുത്ത 2 വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ വിപുലമായ റീജിയണൽ കമ്മിറ്റി രൂപീകരിച്ചു. വെസ്റ്റേൺ റീജിയന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഫോമ റീജിയണൽ വൈസ് പ്രസിഡന്റ് ജോൺസൺ വി ജോസഫിന്റെ അധ്യക്ഷതയിൽ റീജിയനിൽ നിന്നുമുള്ള നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് കുട്ടി തോമസ് പൊല്ലാപ്പള്ളി, സുജ ഔസോ, സാജൻ മൂലേപ്ലാക്കൽ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് ഐക്യകണ്ഠമായ തീരുമാനം കൈക്കൊണ്ടത്. തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ ഫോമിൽ സജീവമായി പ്രവർത്തിക്കുവാൻ താൽപര്യമുള്ളവരിൽ നിന്നും നോമിനേഷനുകൾ സ്വീകരിക്കുകയും അവർക്ക് ഉചിതമായ സ്ഥാനങ്ങൾ നൽകുകയുമാണ് ചെയ്തത്. വെസ്റ്റേൺ റീജിയന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഫോമ റീജിയണൽ വൈസ് പ്രസിഡന്റ് ജോൺസൺ വി ജോസഫിന്റെ അധ്യക്ഷതയിൽ റീജിയനിൽ നിന്നുമുള്ള നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ ജോർജ് കുട്ടി തോമസ് പൊല്ലാപ്പള്ളി, സുജ ഔസോ, സാജൻ മൂലേപ്ലാക്കൽ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് ഐക്യകണ്ഠമായ തീരുമാനം കൈക്കൊണ്ടത്. തികച്ചും ജനാധിപത്യപരമായ രീതിയിൽ ഫോമയിൽ സജീവമായി പ്രവർത്തിക്കുവാൻ താൽപര്യമുള്ളവരിൽ നിന്നും നോമിനേഷനുകൾ സ്വീകരിക്കുകയും അവർക്ക് ഉചിതമായ സ്ഥാനങ്ങൾ നൽകുകയുമാണ് ചെയ്തത്. പ്രസ്തുത യോഗത്തിൽ റീജിയനിൽ നിന്നും നാഷണൽ ട്രഷററായി മത്സരിച്ച് വിജയിച്ച ഫോമ എക്സിക്യൂട്ടീവ് ട്രഷറർ സിജിൽ പാലക്കലോടി, മറ്റു നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ മുൻ ഫോമ സെക്രട്ടറി ഓജസ് ജോൺ, ഡോക്ടർ മഞ്ജു പിള്ള, അഗ്നാസ് പിജു, ശരത് നായർ എന്നിവരെ അനുമോദിക്കുകയുണ്ടായി. അമേരിക്കയുടെ പശ്ചിമഘട്ടത്തിൽ പല സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന മലയാളി അസോസിയേഷനുകളെ ഒരുമിച്ച് പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പുതിയ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തം. അതിനായി ഫോമയുടെ നാഷണൽ കമ്മിറ്റിയിലേക്ക് ഈ റീജിയനിൽ നിന്നും 9 അംഗങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഫോമ വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റിയിലേക്ക് നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ ഈ 9 പേരെ കൂടാതെ താഴെ പറയുന്നവരെയും തിരഞ്ഞെടുത്തു. ചെയർ മുൻ ജോയിന്റ് സെക്രട്ടറി റെനി പൗലോസ്, വൈസ് ചെയർ മുൻ ഫോമ ട്രഷറർ ജോസഫ് ഔസോ, സെക്രട്ടറി മുൻ ഫോമ നാഷണൽ കമ്മിറ്റി അംഗം സജിത് തൈവളപ്പിൽ, ജോയിന്റ് സെക്രട്ടറി സെൽബി കുര്യാക്കോസ്, ട്രഷറർ മാത്യു ചാക്കോ കൊച്ചുപുരയ്ക്കൽ, മുൻ ഫോമ RVP പന്തളം ബിജു തോമസ്, വുമൺസ് ഫോറം മിനി ബൈജു, ഇന്ദു നായർ, യൂത്ത് ഫോറം ഷാൻ പരോൾ, ഷോണോ സാജൻ, കൾച്ചറൽ കമ്മിറ്റി മെമ്പേഴ്സ് രശ്മി സജി കപ്പാട്ടിൽ, ബിജി പോൾ, ഹെൽത്ത് ആൻഡ് വെൽനസ്, മുൻ ഫോമ നാഷണൽ കമ്മിറ്റി അംഗം ജാസ്മിൻ പരോൾ, ബിജുസ് കറിയ, ടെക്നിക്കൽ സപ്പോർട്ട് ജാക്സൺ പൂയപ്പാടം, ഇവന്റ് കോർഡിനേറ്റർ രാജൻ ജോർജ്, ലാംഗ്വേജ് ആൻഡ് എഡ്യൂക്കേഷൻ മുൻ ഫോമ RVP ഡോക്ടർ പ്രിൻസ് നെച്ചിക്കാട്ട് എന്നിവരാണ്. റീജിയണൽ ഉദ്ഘാടനം വൈകാതെ നടത്തുവാൻ തീരുമാനിച്ചു. ഭാവി പരിപാടികളുടെ കൂടുതൽ വിവരങ്ങളും തീയതികളും പുതിയ കമ്മിറ്റി മീറ്റിംഗിന് ശേഷം അറിയിക്കുന്നതായിരിക്കുമെന്ന് റീജിയണൽ വൈസ് പ്രസിഡന്റ് ജോൺസൺ വി ജോസഫ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് RVP ജോൺസൺ വി ജോസഫുമായി ബന്ധപ്പെടുക. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഫൊക്കാനയുടെ കാനഡ റീജിയണൽ ഉദ്ഘാടനം അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ പ്രസിഡന്റ് സജിമോൻ ആന്റണി നിർവഹിച്ചു. ഫൊക്കാന സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയ് ചാക്കപ്പൻ, ട്രസ്റ്റി ബോർഡ് ചെയർ ജോജി തോമസ്, ജോയിന്റ് സെക്രട്ടറി മനോജ് എടമന, നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സായ ബാരിസ്റ്റർ ലത മേനോൻ, സോമൻസ് കറിയ, മുൻ പ്രസിഡന്റും അഡ്വൈസറി ബോർഡ് ചെയർമാനുമായ ജോൺ P. ജോൺ, പൊളിറ്റിക്കൽ ഫോറം വൈസ് ചെയർ ബിജു ജോർജ്, ഫൊക്കാന ഓഡിറ്റർ നിതിൻ ജോസഫ്, വിമൻസ് ഫോറം വൈസ് ചെയർ ബിലു കുര്യൻ, വിമൻസ് ഫോറം നാഷണൽ കമ്മിറ്റി മെമ്പർ ഷോജി സിനോയ്, യൂത്ത് കമ്മിറ്റി മെമ്പേഴ്സായ ഹണി ജോസഫ്, അനിത ജോർജ്, മുൻ സെക്രട്ടറി ടോമി കോക്കാട്ട് തുടങ്ങി നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ഫൊക്കാന സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ, ട്രഷറർ ജോയ് ചാക്കപ്പൻ, ട്രസ്റ്റി ബോർഡ് ചെയർ ജോജി തോമസ്, ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന, നാഷണൽ കമ്മിറ്റി മെമ്പേഴ്സായ ബാരിസ്റ്റർ ലത മേനോൻ, സോമൻസ് കറിയ, മുൻ പ്രസിഡന്റും അഡ്വൈസറി ബോർഡ് ചെയർമാനുമായ ജോൺ P. ജോൺ, പൊളിറ്റിക്കൽ ഫോറം വൈസ് ചെയർ ബിജു ജോർജ്, ഫൊക്കാന ഓഡിറ്റർ നിതിൻ ജോസഫ്, വിമൻസ് ഫോറം വൈസ് ചെയർ ബിലു കുര്യൻ, വിമൻസ് ഫോറം നാഷണൽ കമ്മിറ്റി മെമ്പർ ഷോജി സിനോയ്, യൂത്ത് കമ്മിറ്റി മെമ്പേഴ്സായ ഹണി ജോസഫ്, അനിത ജോർജ്, മുൻ സെക്രട്ടറി ടോമി കോക്കാട്ട് തുടങ്ങിയ നിരവധി വ്യക്തികൾ പങ്കെടുത്തു. റീജിയണൽ വൈസ് പ്രസിഡന്റ് ജോസി കാരക്കാട്ട് അധ്യക്ഷനായിരുന്നു. അമേരിക്കയിലെ മലയാളി സമൂഹത്തിന്റെ സംഘടനാ രംഗത്ത് സമാനതകൾ ഇല്ലാത്ത ഒരു പ്രവർത്തനമാണ് ഇന്ന് ഫൊക്കാന നടത്തുന്നത് എന്ന് സജിമോൻ ആന്റണി അഭിപ്രായപ്പെട്ടു. അതിന് ഉദാഹരണമാണ് ഈ റീജിയന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു ഉദ്ഘാടന മീറ്റിംഗ് നടത്തുന്നത്. ഈ ഉദ്ഘാടന മീറ്റിംഗ് ചരിത്രത്തിന്റെ ഒരു ഭാഗമാകുകയാണ്. ഇതുപോലെ എല്ലാ റീജിയനുകളിലും മീറ്റിംഗുകൾ നടക്കുകയാണ്. സമഗ്രവും വ്യത്യസ്തവുമായ കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ട കാര്യപ്രാപ്തിയുള്ള ഒരു നേതൃത്വമാണ് ഇന്ന് ഫൊക്കാനയ്ക്കുള്ളത്. കഴിഞ്ഞ 41 വർഷമായി ജനഹൃദയങ്ങളിൽ ഫൊക്കാനയ്ക്ക് ഒരു സ്ഥാനമുണ്ട്. നമുക്ക് ശേഷവും അതുണ്ടാകും. ഡ്രീം ടീം എന്ന 22 പദ്ധതികളുമായി വന്നു. അതിൻ്റെ എണ്ണം കൂടുന്നു.
അതുപോലെ 200ഓളം വനിതാ ലീഡേഴ്സിന്റെ ഒരു ടീമാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു കാലത്ത് യുവാക്കൾ വരാതിരിക്കുന്ന സ്ഥാനത്ത് ഇന്ന് 74 യൂത്ത് ലീഡേഴ്സിന്റെ ടീമുകളാണുള്ളത്. അത് താമസിയാതെ 100-ൽ കൂടുതലാകും. ഫൊക്കാനയിൽ 75 സംഘടനകളുണ്ട്. വളരെയധികം പുതിയ സംഘടനകളുടെ അപേക്ഷ വരുന്നുണ്ടെന്നും സജിമോൻ ആന്റണി അഭിപ്രായപ്പെട്ടു. റീജിയണൽ വൈസ് പ്രസിഡന്റ് ജോസി കാരക്കാട്ട് അധ്യക്ഷനായിരുന്നു. യുവാക്കൾക്ക് മുൻതൂക്കമുള്ള ശക്തമായ ഒരു ഭരണസമിതിയാണ് ഇന്ന് ഫൊക്കാനയുടേതെന്ന്, അതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് നടക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താൻ തന്റെ പ്രസംഗത്തിൽ മലയാളികളുടെ ശബ്ദം എവിടെയും മുഴങ്ങിൽ കേൾക്കാനുള്ള സാഹചര്യം ഫൊക്കാന സംജാതമാക്കുമെന്നും നാം ഇലക്ഷൻ സമയത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കും. പിന്നീടൊരവസരം ലഭിച്ചെന്നു വരില്ല. സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിജയകരമായി മുന്നോട്ട് പോകുന്നതിൽ സന്തോഷവും രേഖപ്പെടുത്തി. അമേരിക്കയിലും കാനഡയിലുമുള്ള മലയാളി യുവാക്കളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അവരെ അമേരിക്കയുടെയും കാനഡയുടെയും മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലേക്കും കൊണ്ടുവരിക എന്നതുകൂടിയാണ് ഫൊക്കാനയുടെ ലക്ഷ്യമെന്ന് ട്രഷറർ ജോയി ചാക്കപ്പൻ അഭിപ്രായപ്പെട്ടു. ഫൊക്കാനയെ വരും തലമുറയുടെ കൈകളിൽ എത്തിച്ചുകൊണ്ട് സംഘടനയുടെ ഭാവി സുരക്ഷിതമാക്കുകയാണ് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ തന്റെ ലക്ഷ്യമെന്നും ജോജി തോമസ് അഭിപ്രായപ്പെട്ടു. യുവത്വത്തിന് കാതലായ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും അതിനുവേണ്ടി യൂത്ത് കമ്മിറ്റി വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫൊക്കാനയുടെ മുഖച്ഛായ മാറ്റുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഇനിയുള്ള 2 വർഷങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നതെന്ന് സൂചിപ്പിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വൻതോതിലുള്ള പ്രവർത്തനങ്ങളും നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ അമേരിക്കൻ കാനഡ യുവാക്കളുടെ ഒരു ഏകീകരണം കൂടിയാണ് ഈ ഭരണകാലത്ത് ഫൊക്കാന ഉദ്ദേശിക്കുന്നതെന്ന് ജോയിന്റ് സെക്രട്ടറി മനോജ് ഇടമന അഭിപ്രായപ്പെട്ടു. അഡ്വൈസറി ബോർഡ് ചെയർമാനുമായ ജോൺ പി ജോൺ, പൊളിറ്റിക്കൽ ഫോറം വൈസ് ചെയർ ബിജു ജോർജ്, ഫൊക്കാന ഓഡിറ്റർ നിതിൻ ജോസഫ്, വിമൻസ് ഫോറം വൈസ് ചെയർ ബിലു കുര്യൻ, വിമൻസ് ഫോറം നാഷണൽ കമ്മിറ്റി മെമ്പർ ഷോജി സിനോയ്, യൂത്ത് കമ്മിറ്റി മെമ്പേഴ്സായ ഹണി ജോസഫ്, അനിത ജോർജ്, മുൻ സെക്രട്ടറി ടോമി കോക്കാട്ട് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ബാരിസ്റ്റർ ലത മേനോൻ ഇതിൽ പങ്കെടുത്ത ഏവർക്കും നന്ദി രേഖപ്പെടുത്തി. കാനഡയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു റീജിയണൽ ഉദ്ഘാടനം നടത്തുന്നതെന്നും ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങളുമായി നിങ്ങളോടൊപ്പം കാണുമെന്നും അവർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഫോമയുടെ ചാരിറ്റി പദ്ധതിയായ ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ 2024-26 വർഷത്തെ ചെയർമാനായി ബിജു ചാക്കോയും സെക്രട്ടറിയായി ജോജി സാമ്പലും തിരഞ്ഞെടുക്കപ്പെട്ടു. ഗിരീഷ് പോറ്റി, ബിനു മാമ്പള്ളി, ജിജോ മാത്യൂസ് കടവേലിൽ, ഡെന്നിസ് മാത്യു എന്നിവരാണ് പുതിയ കോർഡിനേറ്റർമാർ. ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ബിജു ചാക്കോ ഫോമ ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ മുഖ്യ ശില്പിയും മുൻ സെക്രട്ടറിയുമാണ്. ന്യൂയോർക്ക് ലോങ് ഐലൻഡിൽ പ്രവർത്തിക്കുന്ന എക്കോ ചാരിറ്റി സംഘടനയുടെ ഓപ്പറേഷൻസ് ഡയറക്ടറായും പ്രവർത്തിക്കുന്നു. ഗിരീഷ് പോറ്റി, ബിനു മാമ്പിള്ളി, ജിയോ മാത്യൂസ് കടവേലിൽ, ഡെന്നീസ് മാത്യു എന്നിവരാണ് പുതിയ കോർഡിനേറ്റർമാർ. ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ബിജു ചാക്കോ ഫോമ ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ മുഖ്യ ശില്പിയും മുൻ സെക്രട്ടറിയുമാണ്. ന്യൂയോർക്ക് ലോങ് ഐലൻഡിൽ പ്രവർത്തിക്കുന്ന എക്കോ ചാരിറ്റി സംഘടനയുടെ ഓപ്പറേഷൻസ് ഡയറക്ടറായും പ്രവർത്തിക്കുന്നു. ഫോമയുടെ മുഖ്യധാരാ നേതാക്കളിൽ ഒരാളായ ബിജു ന്യൂയോർക്കിലെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ നിറസാന്നിധ്യമാണ്. സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജോർജി ശാമുവൽ റാക്ക് സ്പേസ് ടെക്നോളജീസ് എന്ന സ്ഥാപനത്തിലെ IT എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്നു. കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ സജീവ പ്രവർത്തകനായ ജോർജിയുടെ സാമൂഹിക ജീവകാരുണ്യ മേഖലയിലെ ഇടപെടലുകൾ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ഗിരീഷ് പോറ്റി മസാച്യൂസെറ്റ്സ് സെന്ററിലെ ന്യൂ ഇംഗ്ലണ്ടിൽ താമസിക്കുന്നു. ന്യൂ ഇംഗ്ലണ്ട് മലയാളി അസോസിയേഷൻ എന്ന സംഘടനയുടെ സജീവ പ്രവർത്തകനാണ്. മൈക്രോസോഫ്റ്റ്വെയറിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഗിരീഷിനാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സിന്റെ IT ചുമതല. കോർഡിനേറ്ററായ ബിനു മാമ്പിള്ളി ഫോമ സൺഷൈൻ റീജിയൻ RVP ആയും അഡ്വൈസറി ചെയർമാനായും ഫോമ കമ്മിറ്റി സെക്രട്ടറി, ടാമ്പ ബേ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ച് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവാണ്. മറ്റൊരു കോർഡിനേറ്ററായ ജിയോ മാത്യൂസ് കടവേലിൽ സാക്രമെന്റോയിൽ കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നു. സാക്രമെന്റോ മലയാളി അസോസിയേഷന്റെ മുൻനിര പ്രവർത്തകനായ ജിയോ നാട്ടിലും അമേരിക്കയിലും വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണ്. കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ട ഡെന്നീസ് മാത്യു മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഉൾപ്പെടെ വിവിധ സംഘടനകളുടെ നേതൃത്വ സ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. കൂടാതെ സാമൂഹിക ജീവകാരുണ്യ മേഖലകളിലും വ്യാപൃതനാണ്. ഫോമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് ഹെൽപ്പിംഗ് ഹാൻഡ്സ്. പേര് അനർത്ഥമാക്കുന്ന രീതിയിൽ ഇതിനോടകം നിരവധി ആളുകൾ ഈ പദ്ധതിയിലൂടെ സഹായം എത്തിക്കുവാൻ ഫോമയ്ക്ക് സാധിച്ചതായി ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ പറഞ്ഞു. പുതിയ ഭാരവാഹികളെ ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ, ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്, ട്രഷറർ സിജിൽ പാലക്കലോടി, വൈസ് പ്രസിഡന്റ് ഷാലു പൊന്നൂസ്, ജോയിന്റ് സെക്രട്ടറി പോൾ ജോസ്, ജോയിന്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ എന്നിവർ അനുമോദിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു.
ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ അറ്റ്ലാന്റ ചാപ്റ്ററിന് പ്രൗഢഗംഭീരമായ തുടക്കം. IPCNA അറ്റ്ലാന്റ ചാപ്റ്റർ പ്രസിഡന്റും പ്രവാസി ചാനൽ റീജിയണൽ ഡയറക്ടറുമായ കാജൽ സക്കറിയ അധ്യക്ഷത വഹിച്ച പരിപാടി ഉയർന്ന നിലവാരം പുലർത്തിക്കൊണ്ട് മാതൃകയായി. പ്രമുഖ സാംസ്കാരിക സാമൂഹ്യ നേതാക്കളുടെ സാന്നിധ്യം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയിൽ IPCNA നാഷണൽ പ്രസിഡന്റ് സുനിൽ ക്രൈസ്റ്റാർ, അഡ്വൈസറി ബോർഡ് ചെയർമാൻ സുനിൽ തൈമറ്റം, നാഷണൽ സെക്രട്ടറി ഷിജോ പൗലോസ്, നാഷണൽ ട്രഷറർ വിശാഖ് ചെറിയാൻ, സ്ഥാപക പ്രസിഡന്റ് ജോർജ് ജോസഫ് എന്നിവരെ കൂടാതെ വിശിഷ്ടാതിഥികളായി സെനറ്റർ ജോൺ ഔസോഫിന്റെ സെക്രട്ടറി കിയാന പെർക്കിൻസ്, റിട്ടയർഡ് ദൂരദർശൻ ഡയറക്ടർ ദിലീപ് അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു. പ്രമുഖ സാമൂഹിക സാംസ്കാരിക നേതാക്കളുടെ സാന്നിധ്യം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടിയിൽ IPCNA നാഷണൽ പ്രസിഡന്റ് സുനിൽ ക്രൈസ്റ്റാർ, അഡ്വൈസറി ബോർഡ് ചെയർമാൻ സുനിൽ തൈമറ്റം, നാഷണൽ സെക്രട്ടറി ഷിജോ പൗലോസ്, നാഷണൽ ട്രഷറർ വിശാഖ് ചെറിയാൻ, സ്ഥാപക പ്രസിഡന്റ് ജോർജ് ജോസഫ് എന്നിവരെ കൂടാതെ വിശിഷ്ട അതിഥികളായി സെനറ്റർ ജോൺ ഔസേഫിന്റെ സെക്രട്ടറി കിയാന പോർക്കിൻസ്, റിട്ടയർഡ് ദൂരദർശൻ ഡയറക്ടർ ദിലീപ് അബ്ദുള്ള എന്നിവർ പങ്കെടുത്തു. നവംബർ 9 അറ്റ്ലാന്റ മാർത്തോമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ നിറഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തി IPCNAയുടെ 10ാമത്തെ ചാപ്റ്ററിന് ഔദ്യോഗിക തുടക്കം കുറിക്കുന്നതായി നാഷണൽ പ്രസിഡന്റ് സുനിൽ ക്രൈസ്റ്റാർ പ്രഖ്യാപിച്ചു. അറ്റ്ലാന്റ ചാപ്റ്ററിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് അഡ്വൈസറി ബോർഡ് ചെയർമാൻ സുനിൽ തൈമറ്റം നടത്തിയ പ്രസംഗത്തിൽ മാധ്യമരംഗത്ത് നവീന നയപരിപാടികൾ പ്രഖ്യാപിക്കുകയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അത് നടപ്പിലാക്കി അതിവേഗം ജനപ്രിയമായി മുന്നേറുന്ന ഒരു മാതൃക ചാപ്റ്ററായി അറ്റ്ലാന്റ മാറട്ടെ എന്നും സുനിൽ തൈമറ്റം അഭിപ്രായപ്പെട്ടു. ചിട്ടയോടെ നടത്തിയ പ്രവർത്തന ഉദ്ഘാടനം ജനപങ്കാളിത്തം കൊണ്ടും കാര്യക്ഷമത കൊണ്ടും വൻ വിജയം ആയതിലുള്ള സന്തോഷം ചടങ്ങിൽ പ്രസംഗിച്ച നാഷണൽ സെക്രട്ടറി ഷിജോ പൗലോസും നാഷണൽ ട്രഷറർ വിശാഖ് ചെറിയാനും ജോർജ് ജോസഫും പറയുകയുണ്ടായി. അസാധാരണമായ ദീർഘവീക്ഷണവും സൂക്ഷ്മമായ ആസൂത്രണവും ഉറപ്പാക്കാൻ സാധിച്ചതിലുള്ള സന്തോഷവും ചാപ്റ്റർ ഉദ്ഘാടനം ഒരു വൻപിച്ച വിജയമാക്കുന്നതിനുള്ള കടപ്പാടും ചടങ്ങിന് അധ്യക്ഷത വഹിച്ച ചാപ്റ്റർ പ്രസിഡന്റ് കാജൽ സക്കറിയ അറിയിക്കുകയുണ്ടായി. വിശിഷ്ടാതിഥികളായി എത്തിയ സെനറ്റർ ജോൺ ഔസേപ്പിന്റെ സെക്രട്ടറി കിയാന പോർക്കിൻസ് തന്റെ പ്രസംഗത്തിൽ അറ്റ്ലന്റയിലെ മാധ്യമപ്രവർത്തകരുടെയും ജനങ്ങളുടെയും എന്താവശ്യത്തിനും താൻ ഉണ്ടാകുമെന്നറിയിച്ചു. 4 പതിറ്റാണ്ടോളം ദൃശ്യമാധ്യമ രംഗത്തെ സേവനത്തിന് ശേഷം വിരമിച്ച റിട്ടയർഡ് ദൂരദർശൻ ഡയറക്ടർ ദിലീപ് അബ്ദുള്ള തന്റെ പ്രസംഗത്തിൽ ഇതൊരു പുതിയ അനുഭവമാണെന്നും യാദൃച്ഛികമായാണ് ഇതിൽ പങ്കെടുത്തതെങ്കിലും അമേരിക്കയിലെ മലയാളികളുടെ മാധ്യമ പ്രവർത്തനം പ്രശംസ അർഹിക്കുന്നതാണെന്നും എല്ലാവരും മുഴുവൻ സമയ പ്രവർത്തകരല്ലെങ്കിലും ആത്മാർത്ഥമായ പ്രവർത്തനം നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഒരിക്കലും മറക്കരുതെന്നും പ്രസ് ക്ലബിന് എല്ലാവിധ ആശംസകളും നേരുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വപ്നങ്ങളെ താലോലിച്ച് അസാധ്യങ്ങളെ സാധ്യമാക്കി നിഷ്പക്ഷമായ ഒരു മാധ്യമ സംസ്കാരം പടുതുയർത്തുക എന്ന വലിയ ദൗത്യത്തിലേക്കുള്ള ഒരു എളിയ കാൽവെപ്പിലേക്ക് ഒത്തുചേർന്ന എല്ലാ മാധ്യമ പ്രവർത്തകരെയും സംഘടനകളെയും സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും അറ്റ്ലാന്റ ചാപ്റ്റർ മാധ്യമ സംരംഭകരെയും നാഷണൽ കമ്മിറ്റി അംഗങ്ങളെയും ചടങ്ങിന് നേരിട്ട് എത്തിച്ചേരാൻ സാധിക്കാത്ത എല്ലാവരോടും നന്ദിയും കടപ്പാടും ചടങ്ങിന് സ്വാഗതം നൽകിയ ചാപ്റ്റർ സെക്രട്ടറി ബിനു കാസിം അറിയിക്കുകയുണ്ടായി. ചടങ്ങുകൾക്കെല്ലാം അറ്റ്ലാന്റ ചാപ്റ്ററിന്റെ അംഗങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടായിരുന്നു. ചടങ്ങിന് മോടി കൂട്ടിയ കലാപരിപാടിക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നതായി പരിപാടികൾക്ക് ചുക്കാൻ പിടിച്ച വൈസ് പ്രസിഡന്റ് ഷൈനി അബൂബക്കറും കമ്മിറ്റി അംഗം ഫെമി നാസറും അനു ബിബു എന്നിവർ സംയുക്തമായി അറിയിച്ചു. ചടങ്ങിലുടനീളം ചിട്ടമായ ക്രമീകരണം നടത്തുന്നതിൽ ഫെമി നാസറുടെയും ഷൈനി അബൂബക്കറുടെയും അനു ബിബുവിന്റെയും പ്രത്യേക മേൽനോട്ടം ശ്രദ്ധിക്കപ്പെട്ടു. ചടങ്ങിന് നിർലോഭമായി സഹായിച്ച എല്ലാ സംരംഭകരെയും ജോയിന്റ് സെക്രട്ടറി അനു ഷിബു നന്ദിയും കടപ്പാടും അറിയിച്ചു. അതോടൊപ്പം അവരെ അംഗങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. മലയാളീസ് ഇൻ അമേരിക്ക എന്ന പേരിൽ ജനശ്രദ്ധ നേടിയ നവമാധ്യമത്തിന്റെ ശില്പിയായ അറ്റ്ലാന്റ ചാപ്റ്റർ ട്രഷറർ തോമസ് ജോസഫിന്റെ ആശയത്തിൽ ഉരുത്തിരിഞ്ഞ ജോർജിയ ഗൈഡ്സ്റ്റോൺസിനെ ആസ്പദമാക്കിയുള്ള മാനവികതയുടെ സന്ദേശം നൽകുന്ന നിഗൂഢ നിർമ്മിതി എന്ന വീഡിയോ ഡോക്യുമെന്ററിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയുണ്ടായി. അതേ തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ചാപ്റ്റർ പ്രസിഡന്റ് കാജൽ സക്കറിയ അനുമോദിക്കുകയുണ്ടായി. കൂടാതെ പ്രത്യേക മൊമെന്റോ നൽകി ആദരിച്ചു. ചാപ്റ്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനം വൻ വിജയമാക്കിയ എല്ലാ അംഗങ്ങളോടും സഹപ്രവർത്തകരോടുമുള്ള ജോയിന്റ് ട്രഷറർ സാദിഖ് പുളിക്കപ്പറമ്പിൽ പങ്കുവയ്ക്കുകയുണ്ടായി. ഈ കൂട്ടായ്മയും ഒത്തുചേരലും ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനവും ചാപ്റ്ററിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് എല്ലാവിധ ഭാവുകങ്ങളും അറിയിക്കുന്നതായും കമ്മിറ്റിയുടെ മുതിർന്ന അംഗവും നോർത്ത് അമേരിക്കയിലെ പ്രമുഖ മലയാളി സാഹിത്യകാരിയും കവയിത്രിയുമായ അമ്മു സക്കറിയ അറിയിക്കുകയുണ്ടായി. പൊതുയോഗത്തിന് ശേഷം വിപുലമായ നൃത്യങ്ങൾ അരങ്ങേറി. ടീം റിതം, ടീം മുദ്ര, സയൻ ഗാനം കൂടാതെ ടീം ഗ്രോവ്, ടീം പ്രവാഹ എന്നീ ഡാൻസ് ഗ്രൂപ്പുകളുടെ നിരവധി പരിപാടികൾ അരങ്ങേറി. പ്രശസ്ത കലാകാരനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ സാബു തിരുവല്ലയുടെ കോമഡി പരിപാടികളും സംഗീതരാവും കാണികളെ സന്തോഷിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ.
അമേരിക്കയിലെ മലയാളി സംഘടനാ രംഗത്തെ ഇതിഹാസ തുല്യമായ സ്ഥാനം വഹിക്കുന്ന ശ്രീ ശശിധരൻ നായർക്ക് മന്ത്ര ഭീഷ്മാചാര്യ പുരസ്കാരം സമ്മാനിച്ചു. അമേരിക്കയിലെ മലയാളി സമൂഹത്തിന് സംഘടനാ രംഗത്ത് നൽകിയ സമാനതകളില്ലാത്ത സംഭാവനകൾ പരിഗണിച്ച് നൽകിയ പ്രസ്തുത പുരസ്കാരം പ്രമുഖ കലാകാരനും ആർട്സ് അധ്യാപകനും ഷാർലറ്റിലെ നൂറുകണക്കിന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സ്റ്റുഡിയോ ഓഫ് വിഷ്വൽ ആർട്സിന്റെ ഉടമയുമായ ശ്രീ ഗിരീഷ് നായരിൽ നിന്ന് ഏറ്റുവാങ്ങി. ഷാർലറ്റിൽ വെച്ച് നടന്ന ശിവോഹം കൺവെൻഷൻ ശുഭാരംഭം ചടങ്ങിലാണ് അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങിയത്. അമേരിക്കയിലെ മലയാളി സമൂഹത്തിന് സംഘടനാ രംഗത്ത് നൽകിയ സമാനതകൾ ഇല്ലാത്ത സംഭാവനകൾ പരിഗണിച്ചു നൽകിയ പ്രസ്തുത പുരസ്കാരം പ്രമുഖ കലാകാരനും ആർട്സ് അധ്യാപകനും ഷാർലറ്റിലെ നൂറുകണക്കിന് കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സ്റ്റുഡിയോ ഓഫ് വിഷ്വൽ ആർട്സിന്റെ ഉടമയുമായ ശ്രീ ഗിരീഷ് നായരിൽ നിന്നും ഏറ്റുവാങ്ങി. ഷാർലറ്റിൽ വെച്ച് നടന്ന ശിവോഹം കൺവെൻഷൻ ശുഭാരംഭം ചടങ്ങിലാണ് അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങിയത്. മന്ത്രയുടെ ഹ്യൂസ്റ്റൺ കൺവെൻഷന്റെ വിജയത്തിനു പിന്നാലെ ചാലകശക്തിയായി നിലകൊണ്ട ശ്രീ ശശിധരൻ നായരെ പോലെയുള്ളവരെ ആദരിക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്ന് പ്രസിഡന്റ് ശ്രീ ശ്യാം ശങ്കർ അറിയിച്ചു. സമഗ്രവും വ്യത്യസ്തവുമായ കർമ്മ പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ടു പോകുവാൻ വേണ്ട കാര്യപ്രാപ്തിയുള്ള യുവാക്കൾക്ക് മുൻതൂക്കമുള്ള ശക്തമായ നേതൃത്വനിര മന്ത്രിക്ക് കൈമുതലായുണ്ടെന്ന് മറുപടി പ്രസംഗത്തിൽ ശ്രീ ശശിധരൻ നായർ അഭിപ്രായപ്പെട്ടു. 1979 ഹ്യൂസ്റ്റണിൽ എത്തിയ അദ്ദേഹം പിന്നീട് സംഘടനാ പ്രവർത്തനങ്ങളിൽ വ്യാപിതനായി. അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ എക്കാലത്തും ഭാര്യ ശ്രീമതി പൊന്നമ്മ നായർ മികച്ച പിന്തുണ നൽകുന്നു. ഫോമ, ഫൊക്കാന, KHS, KHNA, കേരള കൾച്ചറൽ അസോസിയേഷൻ ഹ്യൂസ്റ്റൺ, മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ തുടങ്ങി സംഘടനകളുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ച അദ്ദേഹം ഫോമയുടെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്ര നിർമ്മാണം സാധ്യമാക്കിയ KHSന്റെ സ്ഥാപക പ്രസിഡന്റ് കൂടിയാണ്. ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിന്റെ പ്രാരംഭഘട്ടം മുതൽ നേതൃത്വ നിരയിൽ ട്രസ്റ്റി ബോർഡ് ചെയർമാൻ ഉൾപ്പെടെയുള്ള പദവികൾ വഹിച്ചിട്ടുള്ള അദ്ദേഹം വിവിധ കമ്മിറ്റികളിൽ നിസ്തൂലമായ സേവനം അനുഷ്ഠിച്ചു വരുന്നു. അമേരിക്കയിലെ ഹൈന്ദവ ദേശീയ സംഘടനാ രംഗത്ത് വെല്ലുവിളികൾ നിറഞ്ഞ പല സാഹചര്യങ്ങളെയും നേരിട്ട് ഹ്യൂസ്റ്റണിൽ വിജയകരമായ കൺവെൻഷൻ നടത്തിയ പരിണിത പ്രയത്നനായ നേതാവ് കൂടിയാണ് അദ്ദേഹം. മലയാളി ബിസിനസ് സംരംഭകരിൽ അമേരിക്കയിലെ തന്നെ ശ്രദ്ധേയമായ വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ ശശിധരൻ നായർ. 3 പതിറ്റാണ്ടിൽ ഏറെയായി ബിസിനസ് രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹം നിരവധി സംരംഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു. ഹെൽത്ത് കെയർ രംഗത്തും റിയൽ എസ്റ്റേറ്റ് രംഗത്തും ഒരേപോലെ തിളങ്ങിയ അദ്ദേഹം പിന്നീട് സംഘടനാ രംഗത്തും തന്റെ സാന്നിധ്യം ശക്തമാക്കിക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. ചരിത്രം സൃഷ്ടിച്ച് സംഘടനാ രംഗത്തെ 4 പതിറ്റാണ്ടിലേറെയുള്ള അദ്ദേഹത്തിന്റെ അനുഭവ പരിചയം മന്ത്രിക്ക് കരുത്തു പകരുമെന്ന് വിലയിരുത്തപ്പെടുന്നു. വിവിധ സംഘടനകൾ സങ്കീർണമായ സാഹചര്യങ്ങളിൽ കടന്നുപോയപ്പോൾ തന്റെ നേതൃത്വ മികവിൽ അതിനെ അതിജീവിച്ച് പാരമ്പര്യമുള്ള വ്യക്തിത്വത്തിനുടമയായ അദ്ദേഹത്തിന്റെ അഡ്വൈസറി ബോർഡിലെ സാന്നിധ്യം മന്ത്രയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് മാർഗദീപം ആയിരിക്കുമെന്ന് മന്ത്രയുടെ വിവിധ ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. ഈ ആഴ്ചത്തെ അമേരിക്കൻ ന്യൂസ് വീക്ക് അവസാനിക്കുന്നതിന് മുൻപ് പോയ വാരത്തിലെ അമേരിക്കൻ മലയാളി സമൂഹത്തിൽ നിന്നുള്ള വൃത്താന്തങ്ങൾ ഒറ്റനോട്ടത്തിൽ. മാനവസേവാ പുരസ്കാരം ക്ലീമിസ് കാത്തോലിക്ക ബാവയ്ക്ക് സമ്മാനിച്ചു. മനുഷ്യസ്നേഹത്തിനു വേണ്ടി യാചിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം സഹായഹസ്തവുമായി ഓടിയെത്തുന്ന ഒരു വിശ്വാസ മാനവികതയുടെ സന്ദേശമാണ് കർദിനാൾ മോറാൻ മോർ ബസിലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവ ഉയർത്തുന്നതെന്ന് സഹകരണ മന്ത്രി BN വാസവൻ പറഞ്ഞു. റോക്ക്ലാൻഡ് കൗണ്ടിയിലുള്ള സെയിന്റ് സിംഫണി പിയാനോ ആൻഡ് മ്യൂസിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ താങ്ക്സ് ഗിവിംഗ് ടാലന്റ് ഷോ അതിപ്രൗഢമായി നടത്തപ്പെട്ടു. ഫൊക്കാന വിമൻസ് ഫോറത്തിന്റെ ഉദ്ഘാടനം ന്യൂയോർക്ക് അപ്സ്റ്റേറ്റ് റീജിയന്റെ പ്രവർത്തന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രൗഢഗംഭീരമായി നടന്നു. റോക്ക്ലാൻഡ് കൗണ്ടി ലെജിസ്ലേറ്റർ ഡോക്ടർ ആനി പോളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. ഡാളസ് കേരള അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിന്റെ 68ാമത് കേരളപ്പിറവി ദിനാഘോഷം വിവിധ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. സാക്രമെന്റ് സെന്റ് ജോൺ പോൾ സെക്കൻഡ്സ് ജ്ഞാനായ കത്തോലിക്ക മിഷനിലെ ചെറുപുഷ്പ മിഷൻ ലീഗിന്റെയും മതബോധന ക്ലാസിന്റെയും പ്രവർത്തന ഉദ്ഘാടനം സംഘടിപ്പിച്ചു. മിഷൻ ഡയറക്ടർ ഫാദർ റെജി തണ്ടാരശ്ശേരി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ജ്ഞാനായ കാത്തലിക് കമ്മ്യൂണിറ്റി ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്കിന്റെ പുതിയ പ്രസിഡന്റ് സ്റ്റീഫൻ കിടാരത്തിൽ, വൈസ് പ്രസിഡന്റ് മിനി തയ്യിൽ, സെക്രട്ടറി സാൽബി മാക്കിൽ, ജോയിന്റ് സെക്രട്ടറി സാബു തടിപ്പുഴ, ട്രഷറർ രഞ്ജി മണലേൽ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. 1991 സ്ഥാപിതമായ ഷിക്കാഗോയിലെ പ്രമുഖ മലയാളി സംഘടനയായ ഇല്ലിനോയി മലയാളി അസോസിയേഷന്റെ അടുത്ത വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോയ് ഇണ്ടിക്കുഴിയെ തിരഞ്ഞെടുത്തു. അമേരിക്കയിലെ ഷിക്കാഗോ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രദ്ധേയ സൗത്ത് ഏഷ്യൻ സാംസ്കാരിക സംഘടനയായ ആർട്സ് ലവേഴ്സ് ഓഫ് അമേരിക്ക പ്രഥമ തിയേട്രോൺ പുരസ്കാരം നാടക ചലച്ചിത്ര സംവിധായകനും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിന്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും നിർദ്ദേശങ്ങളും എല്ലാം അമേരിക്കൻ ന്യൂസ് വീക്കിനെ അറിയിക്കാം. ഞങ്ങളെ ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം news@pravasichannel.com.
ആഴ്ചവട്ട വർത്തമാനങ്ങളുമായി അടുത്ത ആഴ്ചയിൽ വീണ്ടും കാണാം. സ്റ്റേ വിത്ത് us.